ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. ആക്ച്വലി ഇന്നലെ ഒരു റീഡിങ് ഞാൻ ഉണ്ടായിരുന്നുള്ളൂ, ഞാനത് പറയാൻ വിട്ടുപോയിരുന്നു. എനിവേ ഇന്നും ഒരു റീഡിങ് ഞാൻ ചെയ്യുന്നുള്ളൂ. ഓക്കെ, കുറച്ച് തിരക്കിൽ രണ്ട് റീഡിങ് ചെയ്യാൻ പറ്റുന്നില്ല. സോ ഇത് ഞാൻ ഇന്ന് റിലേഷൻഷിപ്പ് റീഡിങ് ആക്കാം. ഓക്കെ, ഇന്നലെ ഗൈഡൻസ് പോലെയായിരുന്നു, ഇന്ന് റിലേഷൻഷിപ്പിൻ്റെ ആക്കാം. ഓക്കെ, രണ്ട് ഫയൽ വെക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ സിറ്റുവേഷൻ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഇവിടെ നമ്മൾ നോക്കാൻ പോകുന്ന കാര്യം, നിങ്ങളുടെ പേഴ്സൻ്റെ മനസ്സിൽ സീക്രട്ടായിട്ട് അവരെന്താണ് നിങ്ങളോട് ഫീൽ ചെയ്യുന്നത്, സീക്രട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ, അവർ നിങ്ങളോട് പറയാത്ത കാര്യം സീക്രട്ടായിട്ട്, അല്ലെങ്കിൽ അവരുടെ ലൈഫിൻ്റെ ആയിരിക്കാം, അവരുടെ സിറ്റുവേഷൻ്റെ ആയിരിക്കാം, അവരെ നിങ്ങളോടുള്ള ഫീലിങ്സിൻ്റെ ആയിരിക്കാം. അവർക്ക് രഹസ്യമായിട്ട് നിങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ നിങ്ങളോട് തന്നെ എന്താണ് അവർക്ക് തോന്നുന്നത്, എന്താ ഫീൽ ചെയ്യുന്നത്, എന്താ ചിന്തിക്കുന്നത് എന്നൊക്കെ നമുക്ക് നോക്കാം. ഓക്കെ, രഹസ്യമായത്, അതായത് അവർ നിങ്ങളോട് പറയാത്ത കാര്യങ്ങൾ, അവരുടെ മനസ്സിൽ സീക്രട്ടായിട്ടുള്ള എന്താണ്. ഓക്കെ, നമുക്ക് രണ്ട് പൈലുണ്ട്. പൈൽ 1 കാർണീലിയൻ റെഡ് കളർ ഏഞ്ചൽ. ഓക്കെ, കാർണീലിയൻ ഏഞ്ചലാണ്. സെക്കൻഡ് പൈൽ ക്ലിയർ ക്രിസ്റ്റലാണ്, ക്ലിയർ ക്വാർട്സിൻ്റെ ക്രിസ്റ്റലാണ്. ഓക്കെ, ഏഞ്ചലാണ്. സോ പൈൽ 1 റെഡ്, പൈൽ 2 ക്ലിയർ ക്വാർട്സ്. ഓക്കെ, സോ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഓക്കെ, നമുക്ക് പൈൽ 1 എന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഒരുപാട് ഡീറ്റെയിൽഡ് റീഡിംഗ് ഒന്നും ആയിരിക്കില്ല, സിമ്പിളായിട്ട് എടുക്കാം. ലെറ്റ്സ് സീ. ഓക്കെ, സ്പിരിച്വൽ സ്ട്രെങ്ത്, sacrifice, suffering in silence. ഒരേപോലെയാണല്ലോ. Foundation and achievements, and trapped in fear. Okay, wisdom, the bottom ഉണ്ട്. Okay, discontent and boredom. ഓക്കെ, ഇവിടെ മെയിനായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ മനസ്സിൽ, ഓക്കെ, അവർ സീക്രട്ടായിട്ട് വെക്കുന്നത് ഒന്ന് നിങ്ങളോടുള്ള ഫീലിങ്സ് എന്ന് പറയാം. ഓക്കെ, നിങ്ങളുമായിട്ട് ശരിക്കും ഒരു ഫാമിലി പോലെ വേണമെന്ന് അവർക്കുണ്ട്. ഇത് നമ്മുടെ മാരേജ് കാർഡാണ്, 4 of Wands പോലത്തെ കാർഡാണ്. ഫൗണ്ടേഷൻ ആൻഡ് അച്ചീവ്മെൻറ്റ്സ്, ആൻഡ് ഇത് ഫാമിലി പോലെ ഉണ്ട്, വീട് കാര്യങ്ങൾ. ഓക്കെ, നിങ്ങൾ തമ്മിൽ സ്റ്റേബിളായിട്ട്, എന്താണ് വാർണിംഗ് ഇതടിക്കുന്നത്. ഓക്കെ, നിങ്ങൾ തമ്മിലൊരു സ്റ്റേബിളായിട്ട് ഫാമിലി പോലെ ഫ്യൂച്ചർ വേണം എന്നവരെ മനസ്സിലുണ്ട്, ആദ്യത്തെ കാര്യം. ഓക്കെ, പക്ഷേ അവരുടെ മനസ്സിൽ പേടികളാണ്, ഒരുപാട് പേടികളാണ്. ഇത് നമ്മുടെ 8 of Swords കാർഡാണ്. ട്രാപ്ഡ് ഇൻ ഫിയർ എന്ന് പറയും. അവരുടെ മനസ്സിലെ പേടികൾ. ഓക്കെ, അത് എന്ത് കാരണം കൊണ്ടും ആയിരിക്കാം. അവരുടെ മനസ്സിൽ സിറ്റുവേഷൻ അങ്ങനെ അവർക്ക് മൂവ് ചെയ്യാൻ പറ്റില്ല, നിങ്ങളെ മാരേജ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള പേടിയായിരിക്കാം. വേറെ സിറ്റുവേഷൻ അവരുടെ ലൈഫിനെ ബ്ലോക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു ടെൻഷനായിരിക്കാം. അതെന്ത് കാര്യങ്ങളും ആവാം. കരിയറിൽ അവർക്ക് ഫൈനാൻഷ്യലി നല്ലതല്ല, അല്ലെങ്കിൽ ഫാമിലി തടയും, റിലീജിയൻ വേറെ, എന്ത് കാര്യങ്ങളും ആയിരിക്കാം. ഓക്കെ, ഇവിടെ സ്പിരിച്വൽ എന്ന് വന്നുകൊണ്ട് മേ ബി ചിലവർക്ക് റിലീജിയൻ വേറെ, ഫാമിലി അക്സെപ്റ്റ് ചെയ്യില്ല, സൊസൈറ്റി അക്സെപ്റ്റ് ചെയ്യില്ല, എന്ത് കാര്യങ്ങളും ആയിരിക്കാം. അതൊക്കെ എന്തൊക്കെയോ പേടികൾ അവരുടെ മനസ്സിൽ ഉണ്ട് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇവിടെ നിങ്ങളുടെ പേഴ്സൺ, ഓക്കെ, ഒന്ന് സ്പിരിച്വൽ സ്ട്രെങ്ത്, അവർ ലേശം സ്പിരിച്വൽ സ്ട്രെങ്ത് ഗെയിൻ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടാവാം. അതായത് കൂടുതൽ യൂണിവേഴ്സിലേക്ക് ട്രസ്റ്റ് കൊടുക്കാൻ. ഓക്കെ, കൂടുതൽ യൂണിവേഴ്സിൽ ട്രസ്റ്റ് ചെയ്യുക, എന്താണോ യൂണിവേഴ്സ് ചെയ്യുന്നത് അത് ചെയ്തോട്ടെ എന്ന രീതിയിലൊരു സറണ്ടറിങ് പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ആൻഡ് ഇവിടെ ശരിക്കും പറഞ്ഞാൽ സഫറിങ് ഇൻ സൈലൻസ് ഉണ്ട്. നിങ്ങളുടെ പേഴ്സൺ ഏതോ ഒരു സിറ്റുവേഷനിൽ സ്റ്റക്കാണ് എന്നും പറയാം. അവരേതോ സിറ്റുവേഷനിൽ സ്റ്റക്കാണ്. ഞാൻ പറഞ്ഞ പോലെ എന്ത് കാര്യമാവാം. അവരുടെ ഫാമിലി സമ്മതിക്കില്ല, അല്ലെങ്കിൽ അവർ ചിലപ്പോൾ ഓൾറെഡി വേറെ റിലേഷൻഷിപ്പിലായിരിക്കാം, അങ്ങനെയാവാം. ഓക്കെ, അങ്ങനെ ചില കാര്യങ്ങൾ അവർക്കുണ്ട്. അതിൽ അവർ ഹാപ്പി ഒന്നുമല്ല. ഓക്കെ, അതിലവർ ഹാപ്പി ആണെന്നല്ല, അവർ സഫറിങ് ഇൻ സൈലൻസ് ആണ്. എന്ന് വെച്ചാൽ മിണ്ടാതെല്ലാം സഹിച്ചിരിക്കുക എന്ന് പറഞ്ഞ പോലെ. ഓക്കെ, അവരെല്ലാം സഹിച്ച് തൽക്കാലം നിൽക്കുന്ന ഒരവസ്ഥയാണ്. അവർ ആ മനസ്സിലെ ഫിയേഴ്സാണ് അവരുടെ, അല്ലെങ്കിൽ ആ ഫിയറിൽ അവർ ട്രാപ്പായി നിൽക്കുന്നു. അവർക്ക് അതിൽ നിന്ന് പുറത്തു വരാൻ സാധിക്കുന്നില്ല, ഒരു ആക്ഷൻ എടുക്കാൻ സാധിക്കുന്നില്ല അവർക്ക്. ഓക്കെ, അതിന് ശരിക്കും പറഞ്ഞാൽ അവർ ചെയ്യേണ്ടത് സ്പിരിച്വൽ സ്ട്രെങ്ത് ബിൽഡ് ചെയ്യുകയാണ്. യൂണിവേഴ്സിനോട് ട്രസ്റ്റ് വെച്ച് കൂടുതൽ വിസ്ഡം ഗെയിൻ ചെയ്യണം ശരിക്കും പറഞ്ഞാൽ അവർ. ഓക്കെ, അവർ ചെയ്യേണ്ടത് കൂടുതൽ പഠിക്കുക, കൂടുതൽ യൂണിവേഴ്സിലേക്ക് കൂടുതൽ അടുക്കുക, കോൺഫിഡൻസ് കൊണ്ടുവരിക എന്ന രീതിക്കൊക്കെയാണ് അവർ മാറ്റങ്ങൾ ഇതാണ് ചെയ്യേണ്ടത്. ഓക്കെ, പക്ഷെ എനിക്കത് ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അവർ സഫറിങ് ഇൻ സൈലൻസ് ആണ്. അവരെല്ലാം സഹിച്ച് മിണ്ടാതെ നിൽക്കുകയാണ്. യൂണിവേഴ്സ് അവർക്ക് എവിടെ നിന്നൊക്കെയോ സ്ട്രെങ്ത് കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ അവരത് കാണുന്നില്ല, അവരത് അക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഡിസ്കണ്ടന്റ് ആൻഡ് ബോർഡം. ഓക്കെ, അവരുടെ ലൈഫിൽ അവർക്ക് സാറ്റിസ്ഫാക്ഷൻ ഇല്ല, അവരുടെ ലൈഫിൽ അവർ സാറ്റിസ്ഫൈഡ് അല്ല, പക്ഷെ അതിൽ എല്ലാം സഹിച്ച് മിണ്ടാതെ നിൽക്കുകയാണ് അവർ, എന്ത് തന്നെ സിറ്റുവേഷൻ ആയാലും. ഓക്കെ, ആൻഡ് ഇവിടെ എവിടേക്കോ അവർ ഒരു സാക്രിഫൈസ് ആണ് കാണുന്നത്. ഓക്കെ, അവർ നിങ്ങളെ സാക്രിഫൈസ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ അവർ സ്വയം ഒരു സാക്രിഫൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്ന് വെച്ചാൽ നിങ്ങളുമായിട്ടൊരു ലൈഫാണ് അവർ ആഗ്രഹിക്കുന്നത്, നിങ്ങളുമായിട്ടൊരു ഹാപ്പി ലൈഫാണ് അവർ ആഗ്രഹിക്കുന്നത്. പക്ഷേ അതിന് വേണ്ടി ഒരു സ്റ്റെപ്പ് എടുക്കാതെ അവർക്ക് എടുക്കാൻ അത് പറ്റുന്നില്ല. അവരുടെ മൈൻഡിൻ്റെ ഫിയർ ഒന്നാമത്തെ കാര്യം. ഓക്കെ,
അവരെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇപ്പം എല്ലാം സഹിച്ച് മിണ്ടാതെ നിന്ന് ഓക്കെ അവർ സ്വയം സാക്രിഫൈസ് ആവുകയാണ് ഇവിടെ. ഓക്കെ, അവർ നിങ്ങളുടെ സ്നേഹത്തിനെ അവർ സാക്രിഫൈസ് ചെയ്യുകയാണ്, നിങ്ങൾ അവരെ തന്നെ സ്വയം സാക്രിഫൈസ് ചെയ്യുകയാണ് ഇവിടെ. ഓക്കെ, നിങ്ങളുടെ കാര്യത്തിൽ മുന്നോട്ടൊരു മൂവ്മെൻറ്റ് എടുക്കാൻ അവർ ആ ഒരു സ്റ്റെപ്പ് എടുക്കാൻ, പക്ഷെ എനിക്ക് തോന്നുന്നു അവർ ആ വിസ്ഡം ഗെയിൻ ചെയ്ത് വരും. ഓക്കെ, യൂണിവേഴ്സ് അവർക്ക് കാണിച്ചു കൊടുക്കും എന്താണ് ചെയ്യേണ്ടത് ഇതിൽ നിന്ന് പുറത്ത് വരാൻ എന്നുള്ളത്. ഓക്കെ, പക്ഷെ അതിന് സമയമെടുക്കും. ഓക്കെ, അത്ര എളുപ്പമല്ലാതെ അല്ലേ ഈ ഒരു അല്ലേ. ഓക്കെ, ഹാർമണി പിന്നീട് കാണുന്നുണ്ട് ഇവിടെ. കുറച്ച് കുറച്ച് സമയത്തിൻ്റെ ഡിഫറൻസ് ഉണ്ട്. ഐ മീൻ കുറച്ച് സമയം എടുക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അവിടെ നിങ്ങൾക്കൊരു ഫ്യൂച്ചർ ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഇപ്പോൾ അവർ നിങ്ങളെ സാക്രിഫൈസ് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. അതായത് അവർ മറ്റുള്ളവർക്ക് വേണ്ടി അവരെ സ്വന്തം സന്തോഷങ്ങൾ മാറ്റിവെക്കുക. നിങ്ങളാണ് അവരെ സന്തോഷം. ഓക്കെ, നിങ്ങളവരെ ഹാപ്പിനെസ് ആണ്. അവർ നിങ്ങളെയും കൂടി ഒരു ഫാമിലി എന്ന രീതിയിലാണ് അവർ കാണുന്നതെല്ലാം. അവർക്ക് വേണ്ടത് അതാണ്, ആഗ്രഹം അതാണ്. പക്ഷെ അതിനു വേണ്ടി ഒരു ആക്ഷൻ എടുക്കാതെ അവർ ചെയ്യുന്നത് ഇപ്പോൾ അവർ എന്ത് സിറ്റുവേഷനിലാണോ, ഫാമിലി അച്ഛനമ്മ സമ്മതിക്കുന്നില്ല, അല്ലെങ്കിൽ വേറെ റിലീജിയൻ ആണ് അപ്പോൾ സൊസൈറ്റി അക്സെപ്റ്റ് ചെയ്യില്ല, അല്ലെങ്കിൽ അവർ ഓൾറെഡി വേറെ റിലേഷൻഷിപ്പ് ആണെങ്കിലും അവരവിടെ സാറ്റിസ്ഫൈഡ് അല്ല, സന്തോഷത്തിലല്ല അവർ. ഓക്കെ, അവരവിടെ ഒരിക്കലും ഒരു സന്തോഷത്തിലല്ല. ഓക്കെ, അവർ സഫർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവിടെ. ആ റിലേഷൻഷിപ്പിൽ അവർ ഒരിക്കലും ഹാപ്പി അല്ല. അല്ലെങ്കിൽ അവർ പാരൻസിൻ്റെ കൂടെ പാരൻസ് പറയുന്നത് കേട്ടിട്ട് അവർ സന്തോഷത്തിലല്ല. പക്ഷെ അവരൊരു ആക്ഷൻ ആയിട്ട് എടുക്കുന്നില്ല അവിടെ, അതാണ് പ്രശ്നം. ഓക്കെ, അവർ സ്വയം സാക്രിഫൈസ് ചെയ്യുകയാണ്. അവരുടെ മനസ്സിൽ സീക്രട്ട് ഫീലിങ്സ് എന്താണെന്ന് ചോദിച്ചാൽ സീക്രട്ടായിട്ട് അവർ വെക്കുന്നത് നിങ്ങളുമായിട്ടുള്ള ഒരു മാരേജാണ് അവർ സ്വപ്നം കാണുന്നത്. ഓക്കെ, പക്ഷേ അവർ നിങ്ങളെ സാക്രിഫൈസ് ചെയ്ത് അവരിപ്പോൾ ചിലപ്പോൾ സൈലൻ്റ് ആയിട്ട് മാറിയൊക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങളൊരിക്കലും വിചാരിക്കേണ്ട നിങ്ങളോടുള്ള അകൽച്ചയാണെന്ന് തോന്നണ്ട. അവർ സ്വയം സാക്രിഫൈസ് ആവണം. അതായത് അവർ നിങ്ങളുടെ അടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു കമ്മിറ്റ്മെൻറ്റ് തരാൻ പറ്റില്ല, അല്ലെങ്കിൽ നിങ്ങളെ സ്വീകരിക്കാൻ പറ്റില്ല എന്നുള്ളൊരു കാരണം കൊണ്ട് അവർ നിങ്ങളോടുള്ള ആ സ്നേഹം പോലും അവർ സാക്രിഫൈസ് ചെയ്യുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, അല്ലാതെ നിങ്ങളോടുള്ള ഇഷ്ടക്കുറവുണ്ടോ, നിങ്ങളോടുള്ള ഇത് കൊണ്ടോ അല്ല. ഓക്കെ, ഇത് അവർക്ക് സ്പിരിച്വൽ ഗ്രോത്ത് വരാനുണ്ട് ഇവിടെ. ഓക്കെ, ഒരു വിസ്ഡം വരാനുണ്ട്, അവരൊരു ധൈര്യം വരാനുണ്ട്, കോൺഫിഡൻസ് വരാനുണ്ട്, പലതും ഉണ്ട്. ഓക്കെ, ഫ്യൂച്ചറിലേക്ക് അറിയില്ല നമുക്ക് മാറ്റങ്ങൾ. ഇപ്പം നമ്മൾ ഫ്യൂച്ചർ നോക്കുന്നില്ല. ഇപ്പം നിങ്ങളുടെ പേഴ്സൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ അവരിപ്പോൾ സീക്രട്ടായിട്ട് ഞാൻ പറഞ്ഞത് അവർ നിങ്ങളോടൊരു ഫാമിലി എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ ഇപ്പം അവരെല്ലാം സറണ്ടർ ചെയ്ത് നിൽക്കുകയാണ്. എല്ലാം എന്താ പറയുക, യൂണിവേഴ്സിനെ വിട്ടുകൊടുത്ത് നിൽക്കുകയാണ് അവർ. എന്താണ് അവർക്ക് പറയാൻ? വേറെ എന്തെങ്കിലും കാര്യങ്ങൾ? കോഫി കപ്പ്, നോട്ട് ടുഡേ, കീ ഓൺ എ റിംഗ്, Twin Flames, okay, Healing Heart, okay, ഇവിടെ ന്യൂ ബിഗിനിങ് ഉണ്ട്. ആക്ച്വലി ഈ കാർഡുമായിട്ടൊരു മാച്ച് തോന്നി എനിക്ക്. ഹീലിംഗ് ഹാർട്ട് ബ്രേക്ക്, ടോക്സിസിറ്റി ഓർ അഡിക്ഷൻ, അബ്യൂസീവ് റിലേഷൻഷിപ്പ്. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ ഒരു അബ്യൂസീവ് റിലേഷൻഷിപ്പിലാണ്. ഓക്കെ, അവർ ഒരു ഹാർട്ട് ബ്രേക്ക് അവർ അനുഭവിക്കുന്നുണ്ട്. അബ്യൂസീവ് എന്ന് പറയുക അല്ലെങ്കിൽ ടോക്സിക് റിലേഷൻഷിപ്പിലാണ് നിങ്ങളുടെ പേഴ്സൺ ഉള്ളത്. ഓക്കെ, പക്ഷെ അതിൽ നിന്ന് അവർക്ക് പുറത്തു വരാൻ അവർക്ക് പറ്റുന്നില്ല എന്നാണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ, ആൻഡ് ഇവിടെ ഇതൊരു ഹാർട്ട് ചക്രയുടെ കാര്യമാണ് കാണുന്നത്. ഗ്രീൻ കളർ നമ്മുടെ ഹാർട്ടിൻ്റെ ആണ്, ഹാർട്ട് ചക്രയുടെ ഓപ്പൺ ആവുന്നതിൻ്റെയാണ്. അതാണ് സ്പിരിച്വൽ ഒരു സ്ട്രെങ്ത്തിൻ്റെ കാര്യം പറയുന്നത്. അതായത് ഹാർട്ട് ഓപ്പൺ ആയിട്ട് കുറച്ചുകൂടി യൂണിവേഴ്സുമായിട്ട് കണക്ട് ചെയ്യാൻ ശ്രമിക്കുക എന്ന രീതിയിൽ. ഓക്കെ, എവിടെയും ഹീലിംഗ് ഹാർട്ട് എന്ന് പറയുന്നുണ്ട്. ഹീലിംഗ് ദ ഹാർട്ട് ബ്രേക്ക്, അതിൽ നിന്ന് പുറത്തു വരിക. ഓക്കെ, ആ ഒരു സിറ്റുവേഷൻ അവർ പുറത്തു വരാൻ അവർ കുറച്ചുകൂടി ഒന്ന് അവരെ ഹാർട്ട് ഒന്ന് ഹീലാവും. അവർ ആക്ച്വലി ഒരുപാട് സഫർ ചെയ്യുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ. ഓക്കെ, അതിൽ നിന്ന് അവർ മാറി വരും. ആൻഡ് കോഫി കപ്പ്, മീറ്റിംഗ്, ടോക്കിംഗ് എന്നൊക്കെ ഉണ്ട്. നിങ്ങൾ തമ്മിൽ ഒരു മീറ്റിംഗ് വരാനുള്ള സാധ്യതയാണ്. നിങ്ങൾ തമ്മിൽ കാര്യങ്ങൾ സംസാരിക്കാനും മുന്നോട്ട് ഇതിനെക്കുറിച്ച് ചിലപ്പോൾ ഒരു ഡിസ്കഷൻ നിങ്ങൾ മീറ്റ് ചെയ്യാനൊക്കെ ഉള്ള സാധ്യതയുണ്ട്. നോട്ട് ടുഡേ, ബൗണ്ടറീസ് ആൻഡ് ഹേർട്ട്, അവോയ്ഡിങ് കോൺവെർസേഷൻ, നോട്ട് ഡീലിംഗ്. ഓക്കെ, ഇവിടെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് സംസാരിക്കാത്തത് ഒരിക്കലും നിങ്ങൾ കാരണമല്ല. ഓക്കെ, അവർ ബൗണ്ടറി വെച്ചിട്ടുണ്ടെങ്കിൽ അത് അവർ ഹേർട്ടാണ്. അവർ പല കാര്യത്തിലും അവരുടെ ലൈഫിൽ പല കാര്യങ്ങളും അവർ സഹിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അവരുടെ മൂഡ് ശരിയല്ല, അവരുടെ ഒരു സിറ്റുവേഷൻ ഇപ്പോൾ ശരിയല്ല. അവർ നിങ്ങളോട് സംസാരിക്കാനും തയ്യാറാവുന്നില്ല. ഓക്കെ, ശരിക്കും പറഞ്ഞാൽ ഓപ്പൺ കോൺവെർസേഷൻസ് നല്ലതാണ്, പക്ഷെ അവർ ഇപ്പം അതിന് തയ്യാറല്ല അവർ. ഓക്കെ, അവർ ആ ഹേർട്ട് തന്നെ ഒരുപാട് കിടക്കുന്നുണ്ട്. അവരെ മനസ്സ് ഹേർട്ട് ഒരുപാട്. അതായത് നമ്മൾ പറയില്ലേ, ആദ്യം ഒരാളെ ഇപ്പോൾ സ്നേഹിച്ചു എന്ന് വിചാരിക്കുക, ഒരാളുടെ കൂടെയാണ്, അല്ലെങ്കിൽ വേറെ ഫാമിലി ആയാലും ശരി, ആരായാലും ശരി, നമ്മളുടെ സന്തോഷങ്ങൾ അവർ കെയർ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ നമ്മളെ അവർ കെയർ ചെയ്യുന്നില്ല എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ എവിടേക്കോ നമ്മൾ ഹേർട്ടാവും അല്ലേ. നമ്മുടെ ഹാർട്ട് ചക്ര തന്നെ ബ്ലോക്കായി പോകും. ഓക്കെ, ആ തരത്തിലാണ് ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിൽക്കുന്നത്. അവരെന്തൊക്കെയോ കാര്യത്തിൽ അവർ ഹേർട്ടായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അവരിപ്പോൾ നിങ്ങളോട് പോലും സംസാരിക്കാൻ അവർക്ക് പറ്റുന്നില്ല. ആൻഡ് കീ ഓൺ എ റിംഗ് എന്നുണ്ട്. മെനി ഓപ്ഷൻസ്, അൺകൺവെൻഷണൽ, വൺ നൈറ്റ് സ്റ്റാൻഡ്, സ്ട്രിംഗ് അലോങ്. ഓക്കെ, ഇത് നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിൽ വേറെ ഓപ്ഷൻസ് മുൻപ് ഉണ്ടായിട്ടുണ്ടാവാം. ഓക്കെ,
പക്ഷെ ഇപ്പോൾ അവർ നിങ്ങളുടെ അടുത്ത് ഫീൽ ചെയ്യുന്നത് ഒരു ട്വിൻ ഫ്ലെയിമിൻ്റെ കണക്ഷനാണ്. ഇൻ യാങ് ബാലൻസ്, യൂണിയൻ, ഡ്യുവാലിറ്റി, കോംപ്ലിമെൻറ്റ്, പോൾ. നിങ്ങൾ രണ്ടുപേരും പരസ്പരം വളരെ ഓപ്പോസിറ്റ് ആണ്. പക്ഷെ എവിടെയോ നിങ്ങൾ തമ്മിൽ ഒരു സ്ട്രോങ് കണക്ഷൻ ആയിട്ട് അവർ ഫീൽ ചെയ്യുന്നുണ്ട്. അവർ ഇതുവരെ ഐ തിങ്ക് ഏതൊരു റിലേഷൻഷിപ്പും ഈ ഒരു ലെവലിലേക്ക് അവർ കൊണ്ടുപോയിട്ടുണ്ടാവില്ല. ഇത്ര ഒരു അറ്റാച്ച്മെന്റ് അവർ ഫീൽ ചെയ്തിട്ടുണ്ടാവില്ല. ഓക്കെ, അവർക്ക് വേറെ റിലേഷൻഷിപ്സ് ഉണ്ടായിട്ടുണ്ടാവും, വേറെ ബന്ധങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. പക്ഷേ നിങ്ങളെ പോലെ വേറെ ആരും ഇല്ല എന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അത് റിയലൈസ് ചെയ്ത് തുടങ്ങിയപ്പോൾ അവർക്ക് ആ നിങ്ങളോടുള്ള അറ്റാച്ച്മെന്റ് മനസ്സിലാവാൻ തുടങ്ങി. ഓക്കെ, ഇനി ഇവിടെ കാണുന്നത് ന്യൂ ബിഗിനിങ് ആണ്, ലിബറേഷൻ, റീബോൺ, ട്രാൻസിഷൻ, ട്രാജിക് എൻഡിങ്സ്. ഓക്കെ, നിങ്ങളുടെ പേഴ്സണൽ ഒരു മാറ്റം നമുക്ക് പ്രതീക്ഷിക്കാം. ഇവിടെ ക്യൂപിഡ്സ് ആരോ ഉണ്ട്. ഹാവ് ഫെയ്ത്ത്, ലവ് ഇസ് കമ്മിങ്, സർപ്രൈസ് ഇൻവിറ്റേഷൻ, സ്ട്രക്ക് ബൈ ലവ്. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ സർപ്രൈസ് ഇൻവിറ്റേഷൻ ഫോർ മീറ്റിംഗ് അല്ലേ, നിങ്ങൾക്കൊരു മീറ്റിംഗ് വരാനുള്ള സാധ്യതയാണ്. നിങ്ങളുടെ പേഴ്സണൽ ഒരു മാറ്റം നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, കോഫിൻ ചേഞ്ചസ്, കോഫിൻ പറയുമ്പോൾ എൻഡിങ് ആണ്, പക്ഷേ എൻഡിങ് എപ്പോഴും ന്യൂ ബിഗിനിങ് കൊണ്ടുവരും ചെയ്യും അല്ലേ. അപ്പോൾ ഇവിടെ കാണുന്നത് നിങ്ങളുടെ പേഴ്സൺ ഒരു മാറ്റം വരും പേഴ്സണിൽ. ഓക്കെ, അവരിങ്ങനെ ഈ സഹിച്ച് നിൽക്കുന്നത് ഐ തിങ്ക് ഒരു മാറ്റം വരും. ഓക്കെ, ആൻഡ് ഇവിടെ നിങ്ങളുമായിട്ട് അവരൊരു ട്വിൻ ഫ്ലെയിമിൻ്റെ കണക്ഷൻ പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. ട്വിൻ ഫ്ലെയിം സോൾമേറ്റ് ആവാം, രണ്ടും ആവാം. ഓക്കെ, അങ്ങനെ ഒരു കണക്ഷനാണ് അവർ ഫീൽ ചെയ്യുന്നത്. നിങ്ങളെ അവർക്ക് അവരുടെ ലൈഫിൽ വേണമെന്നുണ്ട്. അപ്പോൾ അവരെ ഹാർട്ട് ഇപ്പം ഇത്രയും കാലം അവർ ബ്ലോക്കാക്കി വെച്ച ഒരു ഹാർട്ട് അത് അവർ ഓപ്പൺ ആവാൻ തുടങ്ങിയിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. വേറെ ഇതുവരെയൊക്കെ അവർ ഏത് സീരിയസ് ആയിട്ട് റിലേഷൻഷിപ്പ് എടുത്തിട്ടില്ലെങ്കിൽ ഇത് അവർക്കിപ്പോൾ ഐ തിങ്ക് പിന്നെ അവർക്ക് തന്നെ വിട്ടുപോകാൻ പറ്റാത്തൊരു ഇതാവുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ അതാണ് നമുക്കിവിടെ കിട്ടുന്നത്. നിങ്ങളുടെ പേഴ്സണിൻ്റെ മൈൻഡിൽ നമ്മൾ പറഞ്ഞു സീക്രട്ടായിട്ട് അവർ വെക്കുന്നത് നിങ്ങളുമായിട്ടൊരു യൂണിയൻ ആണ്. ഓക്കെ, ഒരു ഫാമിലി എന്ന രീതിയിലാണ് അവർ കാണുന്നത്. ഓക്കെ, അവർ പറഞ്ഞില്ല, എക്സ്പ്രസ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ അത് അവരുടെ ഓൺ ഇഷ്യൂസാണ്, അവരുടെ ലൈഫിലെ ഇഷ്യൂസാണത്. അപ്പോൾ അത് അവർക്ക് അങ്ങനെ ഓപ്പൺ ആയിട്ട് നിങ്ങളുടെ അടുത്ത് പറയാനോ എക്സ്പ്രസ് ചെയ്യാനോ ഒന്നും അവർക്ക് സാധിക്കുന്നില്ല. ഓക്കെ, ശരി, നമുക്ക് എന്തായാലും നല്ലൊരു മാറ്റം പ്രതീക്ഷിക്കാം. ഇതിൽ പറഞ്ഞ പോലെ നമുക്കൊരു നല്ല ഒരു ചേഞ്ച് നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, പേഴ്സൻ്റെ ഹാവ് ഫെയ്ത്ത്, ലവ് ഇസ് കമ്മിങ് എന്ന് പറയുന്നുണ്ട്. നമുക്ക് വെയിറ്റ് ചെയ്യാം അല്ലേ, ഒരു മാറ്റം വരട്ടെ പേഴ്സണിൽ. ഓക്കെ, സോ നമുക്ക് സെക്കൻഡ് പൈലിലേക്ക് പോകാൻ. ക്ലിയർ കോഡ്സ്. ഓക്കെ, ക്ലിയർ കോഡ്സിൽ നമുക്ക് നിങ്ങളുടെ സിറ്റുവേഷൻ എന്താണ്, നിങ്ങളുടെ പേഴ്സണിൻ്റെ മൈൻഡിൽ സീക്രട്ടായിട്ട് എന്താണുള്ള കാര്യങ്ങൾ, രഹസ്യമായ കാര്യങ്ങൾ അവർ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ അവരുടെ മനസ്സിൽ നിങ്ങളോടുള്ള ഫീലിംഗ്, അവരുടെ സിറ്റുവേഷൻ്റെ കാര്യം. ഓക്കെ, നമുക്ക് നോക്കാം. യൂണിവേഴ്സ്, ഓക്കെ, വേൾഡ് എന്ന് പറയാം. പേഷ്യൻസ്, ഓക്കെ, ഞാൻ നേരത്തെ നമ്പേഴ്സ് പറഞ്ഞല്ലോ, സാലപ്പോട്ട്. ആൻഡ് ഫേം ഫൗണ്ടേഷൻ, ഷാഡോ, പവർ, ഗ്രേറ്റ്, ഇമോഷണൽ വിഡ്രോവൽ, ഫെർട്ടിലിറ്റി, ക്രൗൺ ചക്ര. ഓക്കെ, ഓക്കെ, നിങ്ങളുടെ സിറ്റുവേഷനിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാത്തത് എന്താണ്? ഓക്കെ, ഒന്ന് ഇവിടെ എനിക്ക് ഫീൽ ചെയ്യുന്നത് നിങ്ങളുടെ പേഴ്സൺ ആദ്യം നിങ്ങളുടെ അടുത്ത് നിന്ന് ഒരു ഇമോഷണലി വിഡ്രോവൽ സ്ഥിതിയിലായിരുന്നു. എന്ന് വെച്ചാൽ നിങ്ങളുടെ അടുത്ത് ഓവർ അറ്റാച്ച്ഡ് ആവാതെ നിങ്ങളുടെ അടുത്ത് നിന്ന് ഒരല്പം മാറി നിന്ന് അകന്ന് നിന്ന് അങ്ങനെ അവർ നിൽക്കുന്നുണ്ടാവും. പക്ഷേ അവരുടെ മനസ്സിൽ ഇവിടെ ഒരു ന്യൂ ബിഗിനിങ് ആണ് അവർ ആഗ്രഹിക്കുന്നത്. യൂണിവേഴ്സ് എന്ന് പറഞ്ഞാൽ ഒന്ന് നമ്മൾ വേൾഡ് കാർഡ് പോലെയും പറയാം, വീൽ ഓഫ് ഫോർച്യൂണിൻ്റെയും പറയാം, രണ്ടും പറയാം. ഒരു ഫെയ്റ്റ്, വിധി എന്ന രീതിയിൽ പറയാം. യൂണിവേഴ്സ് ചില കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്ന രീതിക്ക് നമുക്ക് പറയാം. അല്ലെങ്കിൽ നമുക്ക് സമയം ചേഞ്ച് ആയി വരും, മാറി വരും എന്ന രീതിയിലൊക്കെ നമുക്ക് ഇവിടെ പറയാം. ഓക്കെ, വിധി നിങ്ങളെ ഒന്നിപ്പിക്കും എന്ന രീതിയിലാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, യൂണിവേഴ്സ് ചിലത് ചെയ്യുന്നുണ്ട് പിന്നാലെ, നമ്മൾ അറിയുന്നില്ല എന്ന് മാത്രം. ഓക്കെ, ആൻഡ് ഇവിടെ പേഷ്യൻസ് കാണിക്കുന്നുണ്ട്. ഇത് നിങ്ങളോടുള്ള അഡ്വൈസ് ആയിട്ട് ഐ തിങ്ക് എടുക്കാം. നിങ്ങൾ ക്ഷമയോടെ വെയിറ്റ് ചെയ്യുക എന്ന് പറയാം. അത് മാത്രമല്ല ഐ തിങ്ക് നിങ്ങളുടെ പേഴ്സൺ ഓക്കെ ഇപ്പോൾ ക്ഷമയോടെ കാര്യങ്ങളെ ഡീൽ ചെയ്യുകയാണ് എന്നാണ്. എന്ന് വെച്ചാൽ അവർ ഒന്നും അങ്ങനെ ഓപ്പണായിട്ട് എക്സ്പ്രസ് ചെയ്യാതെ പറയാതെ അവർ സൈലൻസിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ ഓക്കെ അത് അവരുടെ ഷാഡോ സൈഡ് അവരൊന്ന് ഹീൽ ചെയ്യുകയാണ് എന്ന് തോന്നുന്നുണ്ട് എനിക്ക്. എന്ന് വെച്ചാൽ ഷാഡോ സൈഡ് എന്ന് പറയുമ്പോൾ അവരുടെ മനസ്സിലുള്ള പേടികൾ അല്ലെങ്കിൽ അവരുടെ മനസ്സിലുള്ള ചില നെഗറ്റീവ് കാര്യങ്ങൾ, നെഗറ്റീവ് വശങ്ങൾ അതൊക്കെ അവർ ഫേസ് ചെയ്യുന്നുണ്ടാവും ഇപ്പോൾ. അപ്പോൾ അവർക്ക് തിരിച്ചറിയുന്നുണ്ട് ദാറ്റ് അവരുടെ ഉള്ളിൽ തന്നെ എന്താണ് നെഗറ്റിവിറ്റീസ് ഉള്ളത് എന്നവർ തിരിച്ചറിയാണ്. ആൻഡ് ഇവിടെ ഇമോഷണൽ വിഡ്രോവൽ ആക്ച്വലി എനിക്ക് എവിടെയോ ഒരു നമ്മൾ എല്ലാത്തിൽ നിന്നും മാറി നിൽക്കുന്ന തരത്തിൽ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സൺ ഐ തിങ്ക് എല്ലാത്തിൽ നിന്നും ഇപ്പോൾ മാറി നിൽക്കുകയാണ്. ഓക്കെ, എല്ലാവരിൽ നിന്നും മാറി നിൽക്കുന്നുണ്ടാവും, എല്ലാത്തിൽ നിന്നും മാറി നിൽക്കുന്നുണ്ടാവും. ഓക്കെ, അതുകൊണ്ടൊക്കെ ആയിരിക്കും നിങ്ങൾക്കും ഡൗട്ട് ഇവിടെ എന്താണ് നിങ്ങളുടെ പേഴ്സണൽ മൈൻഡിൽ എന്ന് ചിന്തിക്കുന്നത്. ഓക്കെ, ഇവിടെ അവരുടെ പവർ തിരിച്ചറിയുന്ന ലക്ഷണമാണ് എനിക്ക്.
ഓക്കെ, അവരവരുടെ പവർ തന്നെ തിരിച്ചറിയുക. അതായത് ഇത്രയും കാലം എന്താണോ അവരെ മുന്നോട്ട് പോകുന്നതിൽ നിന്ന് തടഞ്ഞത്, അതിപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ മാത്രമല്ല അവരുടെ ലൈഫിലും ഓക്കെ, എന്തെങ്കിലും അവർ ലൈഫിനെ തടസ്സപ്പെടുത്തി അവർക്ക് ലൈഫ് മുന്നോട്ട് നന്നായിട്ട് പോയില്ല എന്നുണ്ടെങ്കിൽ ഓക്കെ, അവർ ഇപ്പോൾ അത് തിരിച്ചറിയുന്ന ഒരു ഇതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്, ടൈമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അവരിപ്പോൾ ഐ തിങ്ക് ഒരു മേ ബി ചിലവർ ഒരു സ്പിരിച്വൽ കുറച്ച് സൈലൻ്റ് ആയിട്ടുണ്ടെങ്കിൽ അവർ അവനവനിലേക്ക് നോക്കുന്നു എന്ന് പറയാം. അവനവനെ അവർ തിരിച്ചറിയാൻ ശ്രമിക്കുന്നു, അവനവൻ്റെ ഫോൾട്സ്, അവനവൻ്റെ നല്ല മേ ബി നിങ്ങളായിരിക്കും അവരുടെ അടുത്ത് മാറിയത്. എനിക്ക് നിങ്ങളായിരിക്കാം നിങ്ങളുടെ പേഴ്സൻ്റെ അടുത്ത് നിന്ന് മാറി നിൽക്കുന്നത്. കാരണം നിങ്ങൾ പേഴ്സൺ ഒരുവിധം പേഴ്സൺ നിങ്ങളുടെ അടുത്ത് എന്തെങ്കിലും ബിഹേവിയറിൽ ശരിയായിട്ടില്ലെങ്കിൽ മേ ബി നിങ്ങൾ അവരുടെ അടുത്ത് നിന്നും ഒരല്പം മാറിപ്പോയിട്ടുണ്ടാവാം. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ അവനവനിലേക്ക് നോക്കാൻ തുടങ്ങി എന്ന് പറയാം. സൈലൻ്റ് ആയി ഹെർമിറ്റ് കാർഡ് പോലെ നമുക്ക് എടുക്കാം. ഓക്കെ, അവർ അവനവനിലേക്ക് എന്നെ നോക്കി തുടങ്ങുകയാണ്. ഓക്കെ, അവരുടെ പവർ തന്നെ അവർ തിരിച്ചറിയുന്നു എന്ന് പറയാം. ഓക്കെ, ആൻഡ് ഇവിടെ ക്ഷമ എന്താണെന്ന് ചിലപ്പോൾ അവർ പഠിക്കുകയായിരിക്കും. ഓക്കെ, ക്ഷമ വെച്ചിരിക്കാൻ പഠിക്കുകയായിരിക്കും. ആൻഡ് ഇവിടെ ഫേം ഫൗണ്ടേഷൻ അവർ ആഗ്രഹിക്കുന്നത് ഇപ്പോൾ നിങ്ങളുമായിട്ട് ഒരു നല്ല ലൈഫ് ബിൽഡ് ചെയ്യണം എന്നാണ്. ആക്ച്വലി ഇതെവിടെ ഒരു നട്ടലിൻ്റെ കാര്യമൊക്കെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അല്ലേ, നട്ടല് സ്ട്രോങ് ആക്കുക എന്ന് പറഞ്ഞ പോലെ. ഓക്കെ, മേ ബി നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുമായിട്ടൊരു കമ്മിറ്റ്മെൻറ്റ് തരണമെങ്കിൽ അവർ കുറച്ചുകൂടി സ്ട്രോങ് ആവണമായിരിക്കും. ഓക്കെ, അതിലായിരിക്കാം അവർ വർക്ക് ചെയ്യുന്നത് ഇപ്പോൾ. ഓക്കെ, അവരെ ക്ഷമയോടെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ബെറ്റർ ആക്കാനും റിലേഷൻഷിപ്പിനെ വളർത്തിയെടുക്കാനും അവരുടെ ഒരു പവറിലേക്ക് വരുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് ഇവിടെ. ഓക്കെ, ഇതിൽ അത്രയ്ക്ക് മെസ്സേജ് നമുക്ക് കിട്ടിയില്ല. 1-2 കാർഡ് കൂടി എടുത്തേക്കാം. വേറെന്താണ് നിങ്ങളുടെ പേഴ്സൺ സീക്രട്ടായിട്ട് എന്താണ് ആഗ്രഹിക്കുന്നത്? ഡെസ്റ്റിനി ആൻഡ് ആക്സിലറേറ്റഡ് മോഷൻ, യെസ്, ട്രയംഫ്. നിങ്ങളുടെ ലൈഫ് ആക്ച്വലി ഇത് ഫേം ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞത് നിങ്ങൾ തമ്മിൽ ഒരു നല്ല റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്ത് കൊണ്ടുവരാനെന്ന് മാത്രമല്ല, ഐ തിങ്ക് നിങ്ങളുടെ പേഴ്സൺ തന്നെ സ്ട്രോങ് ആവാൻ ശ്രമിക്കുകയാണ്. ഓക്കെ, അവർ സ്ട്രെങ്ത് ഗെയിൻ ചെയ്യാൻ ശ്രമിക്കുകയാണ്. അവരെങ്ങനെയാണ് മുന്നോട്ട് വന്നത്, അവർ പവറിൻ്റെ കാര്യം പറഞ്ഞു, അവരുടെ ഉള്ളിൽ എന്താണ് തടസ്സം ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ അതിനെയൊക്കെ മാറ്റിയിട്ട് ഓക്കെ അവർ മുന്നോട്ട് ഒരു സക്സസ്സിന് വേണ്ടി, ജയിക്കാൻ വേണ്ടി ഓക്കെ അവർ മുന്നോട്ട്, അതായത് നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് മുന്നോട്ട് നല്ല രീതിയിൽ ജയിക്കാൻ എന്ന് പറയുമ്പോൾ ജസ്റ്റ് നിങ്ങളുമായിട്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ. ഓക്കെ, അവർക്കറിയാം നിങ്ങൾ തമ്മിൽ അഗെയിൻ യൂണിവേഴ്സും ഫേറ്റും ഡെസ്റ്റിനിയും ഒക്കെ വരുന്നുണ്ട് ഇവിടെ. വേൾഡ് കാർഡും ആവാം, നമ്മുടെ വീൽ ഓഫ് ഫോർച്യൂൺ ഒക്കെയാണ് ഇതൊക്കെ. അപ്പോൾ പറയുന്നത് ഇവിടെ ലക്ക് ഓക്കെ മാറി വരുമെന്നാണ്, വിധി നിങ്ങളെ ഒന്നിപ്പിക്കും എന്ന രീതിയിലാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, ആൻഡ് നിങ്ങളുടെ സിറ്റുവേഷനിൽ മാറ്റം വരും. ആൻഡ് അതിന് വേണ്ടിയുള്ള ഗ്രോത്ത് ഐ തിങ്ക് നിങ്ങളുടെ പേഴ്സൺ അവനവനെ കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. ഓക്കെ, നിങ്ങളുടെ അടുത്തേക്ക് ഒരു ഓഫറുമായിട്ട് വരാൻ, നിങ്ങളുമായിട്ട് ഒരു ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ. ഓക്കെ, സ്റ്റേബിളായിട്ടൊരു കാര്യങ്ങൾ അവരെ തന്നെ ആദ്യം സ്ട്രോങ് ആക്കുകയാണ്. അവർ സ്വന്തം കാര്യം ഡെവലപ്പ് ചെയ്യുകയാണ്, അവർ അവനവനെ ഡെവലപ്പ് ചെയ്യുകയാണ്. അവർ നിങ്ങൾക്ക് വേണ്ടി നമ്മൾ പറയില്ലേ എന്താ പറയുക, നിങ്ങൾക്ക് ഒരു നല്ല ലൈഫ് തരാൻ ഓക്കെ, അല്ലെങ്കിൽ അതിന് നിങ്ങൾക്ക് ഒരു മാച്ച് ആവാൻ എന്നൊക്കെ പറഞ്ഞ പോലെ ഓക്കെ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അവർ ഡെവലപ്പ് ചെയ്തുകൊണ്ട് വരികയാണ്. അവർ സ്വയം ഒന്ന് ഡെവലപ്പ് ആവുകയാണ് ആദ്യം. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ നിങ്ങളുടെ അടുത്ത് അല്പം മാറി നിൽക്കുന്നുണ്ടെങ്കിൽ അതുകൊണ്ടൊക്കെയാണ് അവരുടെ മനസ്സിൽ രഹസ്യമായിട്ട് അവർ ചെയ്യുന്നത്. എന്താണെന്ന് വെച്ചാൽ അവർ ആക്ച്വലി അവനവനെ ഒന്ന് ബിൽഡ് ചെയ്ത് കൊണ്ടുവന്ന് അവർ സ്ട്രോങ് ആയിട്ട് നിങ്ങൾക്ക് ആക്ച്വലി നിങ്ങളുമായിട്ടൊരു മുന്നോട്ടൊരു ഫ്യൂച്ചറിലേക്ക് വരാനാണ് അവർ ആഗ്രഹിക്കുന്നത്. ഓക്കെ, അതിനുവേണ്ടി അവർ ആക്ച്വലി ആക്ഷൻ എടുക്കും. ഓക്കെ, ആക്ഷൻ നിങ്ങൾ മാറ്റങ്ങൾ കാണും നിങ്ങൾ തീർച്ചയായിട്ടും. ഇപ്പോൾ അവർ ലേശം സൈലൻ്റ് ആണെങ്കിൽ അത് ഞാൻ പറഞ്ഞില്ലേ, അവർ അവനവനിലേക്ക് നോക്കുകയാണ്, അവനവൻ്റെ കുറവുകളെ നോക്കുകയാണ്, അവനവനിൽ എന്താ മാറ്റം വരുത്തേണ്ടത് നോക്കുകയാണ്. പവർ അവർ തിരിച്ചറിയാണ്. എനിക്ക് തോന്നുന്നു മേ ബി നിങ്ങളായിരിക്കാം ഒരു വിഡ്രോവലിൽ പോയത്. നിങ്ങൾ പേഴ്സൺ ഒരു ആക്ഷൻ എടുക്കുന്നില്ല എന്ന് വെച്ചാൽ ചിലപ്പോൾ നിങ്ങൾ മാറി നിൽക്കുന്നുണ്ടാവാം. അപ്പോഴാണ് അവർക്ക് ചില റിയലൈസേഷൻസ് വരുന്നത്. ഓക്കെ, ആൻഡ് അവർ നിങ്ങൾക്ക് വേണ്ടി ആക്ഷൻ എടുക്കാൻ തീർച്ചയായിട്ടും ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അവർ പറയുന്നില്ല. ഓക്കെ, അവർ അവനവനിൽ വർക്ക് ചെയ്യുകയാണെന്നുള്ള കാര്യത്തിൽ അവർ നിങ്ങളോട് പറയുന്നില്ല. ഇവിടെ അതാണ് ഓക്കെ, രഹസ്യമായിട്ട് അവർ ചെയ്യുന്ന അതാണ് ഇവിടെ. ഓക്കെ, ലെറ്റ്സ് സീ. ലവ് കോൾ, ക്യൂപിഡ്സ് ആരോ ഒക്കെ വന്നിരുന്നു. ഫൈൻ. സോൾമേറ്റ്സ്, ഓസം. കാർമിക് റിലേഷൻഷിപ്പ് ആൻഡ് ഷിപ്പ്. ഓക്കെ, ക്യാമറ ഉണ്ട്. ഒന്ന് അവർ നിങ്ങളെ മിസ് ചെയ്യുന്നു എന്നാണ് മെയിനായിട്ട്. ഓക്കെ, അവർ നിങ്ങളെ മിസ് ചെയ്യുന്നു, നിങ്ങളുമായിട്ട് മുന്നോട്ട് ശരിക്കും ഫ്യൂച്ചർ വേണം എന്നാണ്. മേക്കിംഗ് മെമ്മറീസ് എന്നാണ്. ലേണിംഗ് ഫ്രം ദ പാസ്റ്റ്. അവർ സ്വയം ചിലത് പഠിക്കാൻ ശ്രമിക്കുകയാണ്. അവനവൻ്റെ എന്തൊക്കെയാണ് കുറവുകൾ, അവനവനിൽ എന്തൊക്കെയാണ് ചിലത് മാറ്റേണ്ടത് എന്നൊക്കെ പഠിച്ച് അവർ മാറ്റാനാണ് ശ്രമിക്കുന്നത്. ഓക്കെ,
മുൻപ് ഐ തിങ്ക് ഈ റിലേഷൻഷിപ്പ് അല്പം കാർമിക്കായി പോയിട്ടുണ്ടാവും. അപ്പോഴായിരിക്കും നിങ്ങൾ ചിലപ്പോൾ മൂവ് ഓൺ ചെയ്തത്. ഓക്കെ, മേ ബി ഇത് റിലേഷൻഷിപ്പ് കാർമിക്കായി തുടങ്ങിയപ്പോൾ, എന്ന് വെച്ചാൽ ഓരോ റിലേഷൻഷിപ്പിലും ഒരു കാർമിക് ഫേസ് വരും കേട്ടോ. അങ്ങനെ നിങ്ങൾ വിചാരിക്കേണ്ടല്ലോ വരുമല്ലേ ചില സോൾമേറ്റിലെന്ന്. സോൾമേറ്റ് കണക്ഷൻ ആണെങ്കിൽ പോലും ചില സമയത്ത് ചില ട്രിഗേഴ്സ് നിങ്ങൾക്കും വരും അവർക്കും വരും, പേഴ്സണും വരും. എനിക്ക് അത് നിങ്ങളിൽ എന്തൊക്കെയോ ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പം അങ്ങനെ ഒരു കാർമിക് സിറ്റുവേഷൻ വന്നിട്ടുണ്ടാവാം. റിസെന്റ്മെന്റ്സ് ആൻഡ് ട്രിഗേഴ്സ്. ഓക്കെ, ഇന്റൻസിറ്റി ആൻഡ് ലെറ്റിംഗ് ഗോ. യെസ്, ഇതാണ് ഞാൻ പറഞ്ഞത്. ഐ തിങ്ക് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ മേ ബി നിങ്ങൾ ഈ സിറ്റുവേഷൻ ഒന്ന് മൂവ് ഓൺ ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, ആൻഡ് അതിപ്പോൾ ആ ഒരു സിറ്റുവേഷൻ മാറിയിട്ട് മേ ബി യൂണിവേഴ്സ് ചെയ്തത് നമ്മൾ പറയുന്നില്ലേ, യൂണിവേഴ്സ് അവിടെ ചിലത് കാണിച്ചു കൊടുത്തു അവർക്ക് എന്തൊക്കെയാണ് മാറ്റേണ്ടത്. മേ ബി നിങ്ങൾ മാറ്റിയിട്ടുണ്ടാവാം, നിങ്ങൾ നിങ്ങളുടെ ഷാഡോ സൈഡിൽ സെൽഫിൽ വർക്ക് ചെയ്തിട്ടുണ്ടാവാം, നിങ്ങളിൽ മാറ്റേണ്ട കാര്യങ്ങൾ നിങ്ങൾ മാറ്റിയിട്ടുണ്ടാവാം, നിങ്ങളുടെ പവർ നിങ്ങൾ തിരിച്ചറിയുന്നുണ്ടാവും. ഇതെല്ലാം നിങ്ങൾക്ക് എടുക്കാം. ഓക്കെ, അപ്പം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് നല്ല രീതിയിൽ തിരിച്ചു വരും. ഓക്കെ, അവർക്കിപ്പോൾ ഹാവ് ഫെയ്ത്ത്, ലവ് ഇസ് കമ്മിങ് എന്നാണ്. ഓക്കെ, നിങ്ങൾക്കൊരു ഇൻവിറ്റേഷൻ വരാനുള്ള സാധ്യതയാണ്, അല്ലെങ്കിൽ മെസ്സേജ് വരാനുള്ള സാധ്യതയാണ്, കോൾ വരാനുള്ള സാധ്യതയാണ്. നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നു, മെമ്മറീസ് ഉണ്ട് ഇവിടെ. ഓക്കെ, ആൻഡ് കട്ടിങ് ടൈസ്, മൂവിങ് ഓൺ, റിസീവ് വാട്ട് യു നീഡ്. ഓക്കെ, യെസ്, ഇതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ ആദ്യം ഈ റിലേഷൻഷിപ്പ് കാർമിക്കായി തോന്നിയിട്ട് ചിലപ്പോൾ നിങ്ങൾ കട്ട് ചെയ്ത് പോയതായിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണിൻ്റെ ലൈഫിൽ എന്തെങ്കിലും കാർമിക് കണക്ഷൻ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് അവർ വിട്ടുമാറി വരുമെന്നും പറയാം നമുക്ക്. ചിലവർക്ക് തേർഡ് പാർട്ടി സിറ്റുവേഷനൊക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും അങ്ങനെ അവരെ പിടിച്ചു നിർത്തുന്ന എന്തെങ്കിലും സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് അവർ വിട്ടു വരും എന്ന രീതിക്കാണ്. അവരത് കട്ട് ഓഫ് ചെയ്യും. കട്ടിങ് ടൈസ്, മൂവിങ് ഓൺ. ഓക്കെ, അങ്ങനെ നിങ്ങളുടെ പേഴ്സണിൻ്റെ ലൈഫിലാണ് ഒരു കാർമിക് ഉള്ളതെങ്കിൽ അവരത് വിട്ട് മാറി വരുന്നതാണ് കാണുന്നത്. ഓക്കെ, നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതാണ് കാണുന്നത്. ഓക്കെ, നിങ്ങളുമായിട്ട് റിലേഷൻഷിപ്പ് ബെറ്റർ ആക്കാൻ. ആൻഡ് സോൾമേറ്റ് ആണ്, നിങ്ങളുടെ സോൾ കണക്ഷൻ ആണ്, പാർട്ട്ണർഷിപ്പ്, സോൾ കോൺട്രാക്ട്, ലൈഫ് പാർട്ട്ണർ, നിങ്ങൾ തമ്മിലൊരു സോൾമേറ്റ് കണക്ഷൻ ആണ് ഇവിടെ. സോ അവർ അത് തിരിച്ചറിയുന്നുണ്ട്, അവർ നിങ്ങളുടെ അടുത്തേക്ക് വരും. ആൻഡ് ഹാവ് ഫെയ്ത്ത് എന്ന് യൂണിവേഴ്സ് പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ഹൈഡ് ചെയ്യുന്നത് അവർ അവനവൻ്റെ മേലെ സെൽഫ് വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, ആ സെൽഫ് വർക്ക് ചെയ്ത് അവരുടെ ഒരു പവറിലേക്ക് വരാൻ ശ്രമിക്കുന്നുണ്ട്. അത് നിങ്ങളുമായിട്ട് ഒന്നിക്കാൻ വേണ്ടിയിട്ടാണ്, നിങ്ങളുമായിട്ട് ഒരു യൂണിയന് വേണ്ടിയിട്ടാണ്. ഓക്കെ, സോ അത് അവർ പക്ഷെ നിങ്ങളോട് പറയുന്നുണ്ടാവില്ല, എക്സ്പ്രസ് ചെയ്യുന്നില്ല. നിങ്ങൾ വിചാരിക്കും ഈ പേഴ്സൺ എവിടെയോ മാറിപ്പോയി, എന്നെ കോൺടാക്ട് ചെയ്യുന്നില്ല, പറയുന്നില്ല. പക്ഷെ അത് അവർ ആ സമയം എടുക്കുകയാണ്. ആ സമയം എടുത്ത് അവർ സ്വയം ഹീലാവാൻ ശ്രമിക്കുകയാണ്. ഓക്കെ, സോ നിങ്ങൾ പേഷ്യൻസ്ലി വെയിറ്റ് ചെയ്യുക. ആക്ച്വലി പേഷ്യൻസിൻ്റെ കാർഡ് എവിടെ ഉണ്ടായിരുന്നു അല്ലേ? നിങ്ങൾ ക്ഷമയോടെ വെയിറ്റ് ചെയ്യുക. ഓക്കെ, നിങ്ങൾ ക്ഷമയോടെ വെയിറ്റ് ചെയ്യുക, ഇത് കാര്യങ്ങൾ ബെറ്റർ ആവും. ഓക്കെ, ഡെസ്റ്റിനി നിങ്ങളെ ഒന്നിപ്പിക്കും തീർച്ചയായിട്ടും. ഓക്കെ, ചില എൻഡിങ്സ് ഉണ്ടാവും. 10 എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു എൻഡിങ്ങിൻ്റെ കാര്യം പറയും, പക്ഷേ എൻഡിങ് കഴിഞ്ഞാൽ ന്യൂ ബിഗിനിങ് ആണ് എപ്പോഴും. ഓക്കെ, സോ ഒരു ന്യൂ ബിഗിനിങ് നിങ്ങളുടെ ലൈഫിൽ വരും തീർച്ചയായിട്ടും. ഓക്കെ, സോ എല്ലാവരും വളരെ പോസിറ്റീവായിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. നല്ലൊരു ദിവസം ആവട്ടെ. നന്ദി, നമസ്കാരം.